നമ്മൾ സാധാരണ വ്യക്തിപരമായ ചർച്ചയിൽ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഒരു അന്യായ സാധനമാണ്, അല്ലെങ്കിൽ എന്താ ഒരു മുതൽ എന്നൊക്കെ പറയൂലേ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇറാൻ അമേരിക്ക ഉടമ്പടിയുടെ അല്ലെങ്കിൽ പ്രാഥമിക ധാരണാപത്രത്തിൻ്റെ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇറാൻ എടുത്തൊരു തീരുമാനം കാണുമ്പോൾ ഒരു അന്യായ മുതലാണ് അവരെന്ന് പറയാതെ വയ്യ. അവർ വിശ്വാസപരമായ ആരും ആകട്ടെ, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഒരു ഫീലുണ്ടല്ലോ, അതിൻ്റെ ഒരു തലയെടുപ്പ്, ആ പ്രതിരോധത്തിൻ്റെ, ആ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ഭാവം, അത് അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. സംഗതി എന്താ, ഇന്ന് ജൂൺ 14 ഈ കരാർ പ്രാഥമിക ധാരണാപത്രം ഒപ്പിടാൻ മധ്യസ്ഥനായ പാകിസ്ഥാൻ സമയം കണ്ടെത്തിയത്, അമേരിക്ക താല്പര്യം പ്രകടിപ്പിച്ചത്. അത് ഫിസിക്കലല്ലാതെ വിർച്വലായിട്ട് തന്നെ അന്ന് വേഗത്തിലങ്ങ് ഒപ്പിടാം എന്നതായിരുന്നു ധാരണ. സാധാരണ ഏത് രാജ്യമായാലും അവർ വല്ലാണ്ട് അടികൊണ്ട് പതറി പേടിച്ച് നിൽക്കുകയാണെങ്കിൽ ദിവസവും മണിക്കൂറും ഒന്നും നോക്കത്തില്ല. വളരെ പെട്ടെന്ന് കരാറിൽ ഒപ്പിട്ട് കീഴടങ്ങി ഏമാന് മുന്നിൽ വണങ്ങേണ്ടതാണ്. പക്ഷേ അങ്ങനെ താല്പര്യം എടുത്തപ്പോഴാണ് അവരറിഞ്ഞത് ഈ ഉടമ്പടിയിൽ കയ്യൊപ്പ് വെക്കുന്നത് ഒരു വ്യക്തിപരമായ ആഘോഷമാക്കി മാറ്റി ഒരാൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയാണെന്നറിയുന്നത്. എന്നുവെച്ചാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ 80ാമത്തെ ബർത്ത്ഡേയും അതുപോലെ അമേരിക്കയുടെ 200ാമത്തെ ഫ്ലാഗ് ഡേയോ മറ്റോ ആണ്. അപ്പോൾ ആ ദിവസം ഒപ്പിട്ട് തൻ്റെ ജന്മദിനവും അമേരിക്കയുടെ ഫ്ലാഗ് ഡേയും എന്തോ ഒരു മഹത്തായ കാര്യം സാധിച്ചു, അതിനെ അത്തരത്തിൽ വ്യാഖ്യാനിച്ച് ഇറാനെ വരച്ച വരയിൽ നിർത്തി എന്നൊക്കെ പറഞ്ഞ് ആ ഒപ്പിടൽ ആഘോഷിക്കാൻ വേണ്ടിയുള്ള മുൻകാലങ്ങളിലെ ട്രംപിൻ്റെ പെരുമാറ്റം വെച്ച് അതിൻ്റെ സാധ്യത എല്ലാ അർത്ഥത്തിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒപ്പിടാൻ പറ്റുന്നില്ല എന്ന് ഇറാൻ പറഞ്ഞത്. പാകിസ്ഥാൻ അടക്കമുള്ളവർ അത് വിർച്വലായി ഒപ്പിടാനുള്ള എല്ലാം ആയെന്നും ഉടൻ തന്നെ ഒപ്പിടുകയാണെന്നും വളരെ പെട്ടെന്ന് കയ്യൊപ്പ് പതിപ്പിച്ച് ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വരുമെന്നും ഒക്കെ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി പറഞ്ഞപ്പോൾ, അതിനേക്കാൾ എക്സൈറ്റ്മെൻറ്റോടുകൂടി ട്രംപ് ഇത് ഒബാമയുടെ കാലത്തുണ്ടാക്കിയ കരാറൊന്നുമല്ല, ആ കരാർ ഇറാന് വലിയ ഗുണകരമായിരുന്നു, എന്നാൽ എൻ്റെ കരാർ അതങ്ങനെയല്ല, അത് മറ്റൊരു തരത്തിലുള്ള കരാറാണ്, അതിൻ്റെ വലിയ പ്രയോജനം അമേരിക്കയ്ക്കാണ് കിട്ടാൻ പോകുന്നത്, ഒരു അമേരിക്കൻ പ്രസിഡന്റുമാരും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വമ്പും മേനിയുമൊക്കെ പറഞ്ഞ് ഒപ്പിടാൻ ക്ഷണിച്ചപ്പോഴാണ് ഇന്ന് സൗകര്യമില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ട്രംപിൻ്റെ 80ാം പിറന്നാൾ വലിയ ആഘോഷമാക്കി മാറ്റുന്നതിൽ ലോകത്ത് സമാധാനം ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ ഈ മനുഷ്യൻ്റെ എക്സലൻസും ആ എക്സലൻസ് കഴിഞ്ഞുള്ളൊരു എക്സെൻട്രിക്കും അതിനപ്പുറവുമുള്ളൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആ ആഘോഷം ഭയങ്കര ഗംഭീരമാക്കാനിരുന്നപ്പോഴാണ് കുടമുടയ്ക്കുന്നത് പോലെ ഇപ്പം സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഇറാൻ അതിൽ നിന്ന് ആ ദിവസം ഒന്ന് മാറ്റിവെപ്പിച്ചത്. ഇതിനിടയിൽ ഇസ്രായേൽ 1-2 തവണ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേർന്നു, അത് വിലയിരുത്തി ഇത് വിലയിരുത്തി, അവർക്ക് അങ്ങോട്ട് ഒക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവരാഗ്രഹിച്ചതുപോലെയോ തീരുമാനിച്ചതുപോലെയോ വാരി എല്ലാം കൂടി നിലത്തടിച്ച് അവിടെ ഈ പറഞ്ഞതുപോലെ ഭരണാധികാരികളെ മാറ്റി, ഭരണകൂടത്തിനെ മാറ്റി, അവർക്കിഷ്ടപ്പെട്ട അവിടെ കുളിച്ചൊരുങ്ങി പൗഡറുമൊക്കെ ഇട്ടിരിക്കുന്ന പഹലവിയെയൊക്കെ കൊണ്ടുവന്ന് സ്ഥാനാരോഹണം നടത്താനിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കരാറിലേക്ക് എത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് അത് അട്ടിമറിക്കപ്പെടും, പല ഡിപ്ലോമാറ്റിക് വെല്ലുവിളികളും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ ഒപ്പിടേണ്ടതാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുടെ നടുവിൽ ഇപ്പോൾ അങ്ങനെ ഒപ്പിടാൻ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനൊരു അവസരം പോലും വ്യക്തിപരമായി ആഘോഷിക്കേണ്ടതില്ല, അതിനപ്പുറം ഇതൊരു സീരിയസ് ഡിപ്ലോമാറ്റിക് കരാറാണ്, അതിൻ്റെ തുടക്കമാണ് എന്ന തരത്തിലാണ് ഇറാൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ സമ്മതിക്കണമെന്ന്. സമ്മതിച്ചേ മതിയാവും.